അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ കാര്യമാണ്. ഇപ്പോൾ എന്താണെന്ന് പറയുക, നമ്മുടെ മാലിക് സലഫി ഇപ്പോൾ പുളിക്കൽ വെച്ചിട്ട് ഒരു സംവാദത്തിൽ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. കുവൈത്തിലൊരു പണ്ഡിത സഭയുണ്ടല്ലോ, ഹിയത്തുറാസുൽ ഇസ്ലാമിയ, അതിൻ്റെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ? TPക്ക്, AP-ക്ക്, ഉമരിക്ക്, മുഹമ്മദ് മദനിക്ക് അവരൊരു ലെറ്റർ കൊടുത്തു. എന്തിനാണ് ലെറ്റർ കൊടുത്തതെന്ന് അറിയാം? അവർ നമ്മൾ ജിന്നുകളോടുള്ള, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സാധ്യതയായിട്ടും ഷിർക്കാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയല്ല ഒരു ഫത്വ ഇറക്കിയല്ലോ. അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോളൂ. അപ്പോൾ അത് കളവാണെന്ന് തെളിയിക്കണം. ഇനിയോ, നിങ്ങൾക്ക് ജമിയത്ത് ഹിയാത്തുറാസുൽ ഇസ്ലാമി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അയച്ച കത്തല്ലത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അയച്ച കത്തല്ല, ഇത് കേരള നദ്വത്തുൽ മുജാഹിദിന് അയച്ച കത്താണ്. എന്താണുള്ളത്? ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്താ ഇതിലുള്ളത്? ഇതിൽ കൃത്യമായി കൊണ്ട് കാണാം. ഇത് ഒന്ന് അൽ-ഇഖ്വത്തുൽ മശായിഖുൽ ഫുദല അബ്ദുല്ലാ കോയ മദനി TP, അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ അൽ ഫാറൂഖി AP, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ മുഹയ്യിദ്ദീൻ മുഹമ്മദ് ഉമരി, അദ്ദേഹം മരിച്ചുപോയി. മുഹമ്മദ് മുഹയ്യിദ്ദീൻ മദനി മദനി പിന്നെ റഹിമഹുല്ലാഹ്, അദ്ദേഹം മരിച്ചു. ഹഫിളഹുമുല്ലാഹ്. ഈ നാലാളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജമിയത്ത് ഹിയാത്തുറാസുൽ ഇസ്ലാമി കത്തെഴുതിയിട്ടുള്ളത്. ഈ കത്തിൽ എന്താണ് അറിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അങ്ങനെ ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തിട്ട് പല കാര്യങ്ങളും തീരുമാനത്തിലെത്തി. രണ്ട് കാര്യമാണ്: ഒന്ന് ഇബാദുല്ലാഹി, ആ വിഷയം; രണ്ട് ഇസ്തിആനത്തുൽ ജിന്ന്. എന്താ ഇസ്തിആനത്തുൽ ജിന്ന്? ഇവിടെ മുത്തലഖൻ ശിർക്കാണെന്ന് ബിജമീഅ അൻവാഇഹ ഒരു വിഭാഗം വാദിക്കുന്നു. വത്തറഫുൽ ആഖർ യറ അന്ന ഇസ്തിആനത ബിൽ ജിന്നി മിൻഹാ മാ ഹുവ ശിർക്കും വമിൻഹാ മാ ഹുവ വസീലത്തുൻ ലൈസ ബിശിർക്കിൻ. ഒരു വിഭാഗം പറയുന്നു അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുമുണ്ട്. ലാക്കി യുഹറബു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരിയ ഇല ശിർക്കി. പക്ഷേ ശിർക്കിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് അത് മുഴുവൻ അടക്കണം, അതുകൊണ്ട് മുഴുവൻ ഹറാമാണെന്ന് പറയുന്നു. വറാജിഹു വല്ലാഹു അലം. എന്നാൽ റാജിഹായ ഖൗൽ ഏതാണ്? അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ. ഇസ്തിആനത ബിൽ ജിന്നി പല തരത്തിലുണ്ട്. മിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി, ശിർക്കല്ലാത്തതുമുണ്ട്. വയുഹറമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദറാഇ ഇല ശിർക്കി, ശിർക്കിലേക്ക് പോകുന്ന വഴി എന്ന നിലക്ക് അത് മുഴുവൻ അടക്കലായതുകൊണ്ട് ഹറാമാണ്. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗൽ റാജിഹ്. ഈ അഭിപ്രായത്തിൽ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന ഈ കത്തിന് നിങ്ങൾക്ക് ജമിയത്ത് ഹിയാത്തുറാസുൽ ഇസ്ലാമിക്ക് നിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ടോ? ആയത്തൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ? ഇല്ല. ഇപ്പോഴേ കേട്ടപ്പോൾ നിങ്ങൾ നമ്മളെ ജമിയത്ത് അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടോന്ന്, നിങ്ങൾക്കിപ്പോൾ ആയത്തൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന്. ആയത്ത് വെച്ചിട്ട് തന്നെ കൊടുത്ത്, ആയത്ത് വെച്ചിട്ടാണ് കൊടുത്തത്. ഒന്ന് എഴുതിയ വായിച്ചതിലൊക്കെ റാജു അള്ളാഹു അലന്നൊക്കെ കണ്ട് വിട്ടു, ഓട്ടെ സാരമില്ല. എന്നാലും അവിടെ വായിച്ചിട്ട് നിങ്ങളിവിടെ പറഞ്ഞല്ലോ. എന്തിനാണ് ഇത്? ആയത്ത് വെച്ചിട്ടാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവരമില്ലാത്ത കളവന്മാരായ പണ്ഡിതന്മാർ, കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസ് സുന്ന വൽ ജമാഅ കൊടുത്തത് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വെച്ചാണ്. എന്തേ ഒന്ന് ഗണ്ണിക്കാമായിരുന്നില്ലേ? അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി എന്നൊക്കെയാണ്. എന്ത് വെച്ചിട്ട്? പ്രമാണമല്ലോ ഉണ്ടോ? ജമിയത്ത് കൊടുത്തത് പ്രമാണം പരിശുദ്ധ ഖുർആൻ വെച്ചാ അല്ലേ? അതുപോലെ തന്നെ ഹദീസ് വെച്ച്, അതുപോലെ തന്നെ ഫത്വ വെച്ചാണ്. ലജനയുടെ ഫത്വ നിങ്ങളെക്കാളും കുറച്ചും കൂടി ദർജ മേലുള്ളവരാണ്. ഹിയത്തുറാസിനോട് കുറച്ചും കൂടി മേലുള്ളതാണ് ലജന, സൗദി അറേബ്യയിലെ ലജന ഫത്വ ബോർഡ്. മറ്റൊരു വന്ന് പേരുണ്ടായില്ലേ, എന്താണെന്നറിയോ? അത് ആലു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ആലു ഷെയ്ഖ് പറഞ്ഞാണ് അവിടെ കൊണ്ടുകൊടുത്തല്ലോ. ഇവരും കൊടുത്ത്, മറ്റോടത്തും കൊടുത്ത് കുറേ ആൾക്കാർ ലജനയിൽ ഇവിടെ സൗദി അറേബ്യയിലെ കുറേ കൊണ്ടുകൊടുത്തു. ഈ ഫത്വയായിട്ട് ഒന്ന് അടിയിലൊന്ന് എഴുതി തരണം, എല്ലാം ശിർക്കാന്ന് പറഞ്ഞിരിക്കണേ. ഞങ്ങൾ ശിർക്കല്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരാണ്, അതുകൊണ്ട് മുത്തലഖ് ശിർക്കാണെന്നല്ല, അതൊന്ന് അതിൻ്റെ ബാക്കിലൊന്ന് എഴുതി തരണം, ഇത് തെറ്റാണ്, എല്ലാം ശിർക്കാവൂലാന്ന് എഴുതിയവര്. സൗദി അറേബ്യയിലെ പണ്ഡിത സഭക്ക് പോലും എഴുതാൻ പറ്റിയിട്ടില്ല. ലോകത്തൊരൊറ്റ പണ്ഡിത സഭയും
കേരള ജമിയത്തുൽ ഉലമ ജിന്നുകളോട് സായം തീർന്ന് ഷിർക്കാണെന്ന് എഴുതിയിട്ടുള്ള ഈ ലെറ്റർ പേഡിൽ എഴുതിയിട്ടുള്ള ഫത്വ ഉണ്ടല്ലോ, അതിന് ലോകത്ത് ഒരു പണ്ഡിത സഭ പോലും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഒന്ന് എഴുതട്ടെ, അതെടുത്തൊന്ന് ഉദ്ധരിച്ചിട്ട് എഴുതട്ടെ, പ്രമാണം വെച്ച് എഴുതട്ടെ. പരിശുദ്ധ ഖുർആനിലെ പ്രമാണ ആയത്ത് വെച്ചാ കൊടുത്തത് കേരള ജമിയത്തുൽ ഉലമ. ധൈര്യമുള്ളവരുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിത സഭ ഒരായത്ത് അതിനെ വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിയായ ഒരു ഹദീസ് എടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇജ്മാഉ ലോകത്ത് എടുത്തുകൊണ്ടോ പറഞ്ഞാൽ പോരാ, വലാ ഖിലാഫ ഫീഹി ബൈനൽ അഹ്ലി ഇൽമി എന്ന് പറഞ്ഞാൽ പോരാ, എടുത്തുദ്ധരിക്കട്ടെ അതിന് പ്രമാണം വെച്ചുകൊണ്ട്. കഴിയോ നിങ്ങൾക്ക് മാലിക് സലഫി? കഴിയോ വിസ്തത്തിന്? എന്താ നിങ്ങൾ പറഞ്ഞ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ കൊടുത്തത് ഷിർക്കാണെന്ന്? നിങ്ങൾ മാത്രം വിസ്തം മാത്രമാണ് ആ ഫത്വയെ എതിർത്തിട്ടുള്ളൂ, അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്തേ നിങ്ങൾക്ക് പറയാൻ കഴിയാകുന്നില്ല അവർക്ക്? നിങ്ങൾ കൊടുത്ത സൂറത്ത് ജിന്നിൽ 6-ാമത്തെ ആയത്ത് ശരിയല്ല, നിങ്ങൾ ആയത്ത് കൊടുത്തത് തെറ്റാണ്, അതെല്ലാം ഷിർക്കാണെന്ന് പറയാൻ പറ്റൂല. ജമിയത്തുൽ ഉലമക്ക് തെറ്റി. അതല്ല, പരിശുദ്ധ ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാണെങ്കിൽ ആ പണ്ഡിത സഭക്ക് പറഞ്ഞൂടെ? ഈ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനി, അള്ളാഹിന്റെ കലാമാണ് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചത്, അതും എന്ത് അതിൽ കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റാണെന്ന് എന്തേ അവര് നിങ്ങളെ ഹെൽത്തുറാസ് ഇസ്ലാം എന്തേ എഴുതാഞ്ഞത്? എന്തേ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ എഴുതാഞ്ഞത്? ഇത് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് അവർ പറഞ്ഞു അലു ഷേഖിന് ഇതിന്റെ എതിരെ അഭിപ്രായമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അലു ഷേഖിന്റെ പേരിൽ ഷിർക്ക് ആരോപിച്ചിരിക്കുന്നു, നിങ്ങൾ ഇത് മുത്തലങ്ങ് ഷിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തേ കൊടുത്തില്ലേ ഇവർ? സൗദി അറേബ്യയിൽ നടത്തി കൊടുത്തു അല്ലേ? നടത്തി കൊടുത്തു പണ്ഡിതന്മാരുടെ അടുത്ത്. ഇത് തെറ്റാണെന്ന് പറയണം. എഴുതിയോ സൗദി അറേബ്യയിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ ഫത്വ തെറ്റാണ്, എല്ലാം ഷിർക്കല്ലാന്ന്? നിങ്ങൾ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ, വിസ്തം മാത്രം. കൊടുത്തില്ലേ ഇവര്? എന്തേ കുവൈത്തിലുള്ളവർക്ക് എന്താ ലെറ്റർ പേഡിലല്ലേ കൊടുത്തത്? പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചല്ലേ കൊടുത്തത്? പണ്ഡിതന്മാരുടെ ഫത്വ വെച്ചല്ലേ കൊടുത്തത്? എഴുതാമായിരുന്നില്ലേ എത്തുറാസ് ഇസ്ലാമിയ? നിയന്ത്രിക്കുന്നവരുണ്ടല്ലോ അവിടെ, നിങ്ങളെ PN ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് എഴുതി കൊടുക്കാമായിരുന്നില്ല ഇത് തെറ്റാണെന്ന്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് ദുർവ്യാഖ്യാനിച്ചതാണെന്ന്, ഈ കേരള ജമിയത്തുൽ ഉലമ കളവ് പറഞ്ഞതാണെന്ന്, അള്ളാഹിന്റെ ഖുർആൻ വെച്ച് ദുർവ്യാഖ്യാനിച്ച് ജിന്നുകളോടുള്ള എല്ലാ സഹായത്തോട്ടും മുത്തലക്ക് ഷിർക്കാണെന്ന് പറഞ്ഞ് എന്തേ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ മാത്രം അതിനെ തെറ്റാന്ന് പറഞ്ഞത്, ലോകത്തൊരു പണ്ഡിത സഭ പറഞ്ഞിട്ടില്ല. ധൈര്യമുള്ളവരുണ്ടോ എഴുതട്ടെ, പറ്റുമോ അവർക്ക്? പരിശുദ്ധ ഖുർആന്റെ കലാം വെച്ച് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ച് കൊണ്ടൊരു ഫത്വ പറഞ്ഞാൽ അതിനെതിരെ പറയാൻ ആർക്ക് സാധിക്കും സഹോദര? അതിനെതിരെ പറയണമെങ്കിൽ നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്, അതേപോലെ ഉദ്ധരിക്കണം. കഴിയോ നിങ്ങൾക്ക് ജമിയത്തിന്റെ ആ ഫത്വ തെറ്റാണെന്ന് പറയാൻ? നിങ്ങൾക്കേ പറ്റൂ. ഏതോ ഒരു സഹോദരനെ നിർബന്ധിപ്പിച്ച് ഒപ്പിടിപ്പിച്ചാന്ന് പറഞ്ഞ് സഹോദരൻ ഇറങ്ങിപ്പോയപ്പോൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്തു നിങ്ങളൊക്കെ പാടെ പോയി. എന്നിട്ട് ആ ഫത്വക്കെതിരെ 3 സംവാദം നടത്തി നിങ്ങൾ വ്യവസ്ഥ എഴുതിക്കൊണ്ട് അല്ലേ? പരിശുദ്ധ ഖുർആൻ ആയത്ത് വരെ ഓതി ചോദിക്കുന്നുണ്ട്. ആയത്തിനെ പറ്റിയിട്ട് നിങ്ങൾ പച്ച ദുർവ്യാഖ്യാനം. ഞാൻ എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചു. നിങ്ങൾ ഓതിയ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതിയിട്ട് ഇത് ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ അതൊന്ന് PN അബ്ദുൽ ഇയാൾക്ക് ആർക്ക് ഹുസൈൻ സൽഫിക്കൊന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ച് വെല്ലുവിളിച്ചിട്ടില്ലേ? ഞങ്ങൾ പണ്ഡിതന്മാർ കുഞ്ഞു മുഹമ്മദ് മദനിക്ക് പറപ്പൂരിന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചിട്ടില്ലേ? ആ ആയത്ത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഫൈസൽ പറഞ്ഞ അർത്ഥം ശരിയാണെന്ന് പറയാൻ അവരുടെ നാവന്റെ പൊങ്ങാഞ്ഞത് ഒരു സ്റ്റേജിലെങ്കിലും അവർക്ക് പറയാമായിരുന്നില്ലേ? എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതുപോലും എത്രയോ സ്റ്റേജുകളിൽ എടുത്ത് പറഞ്ഞു വിളമ്പി നടക്കുന്ന അവർക്ക് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചതാണെങ്കിൽ അതൊന്ന് പറയാൻ അവർക്ക് എന്തേ കഴിയാതെ പോയത്? സൂറത്ത് അൻആം 128 ഫൈസൽ മൗലവി ഓതുക തന്നെയാണ് അതിൻ്റെ അർത്ഥം, അത് ശിർക്കാകാത്തിനുള്ള തെളിവാണെന്ന് പറയാൻ അവർക്ക് കഴിയോ? കഴിയൂല. എന്തേ കഴിയാത്തത്? അവർക്കറിയാം സത്യം, പിന്നെ അവരെന്തിനാ നിൽക്കുന്നത്? അവരോട് ചോദിക്കണം. അള്ളാഹുവാണ് ഹിദായത്ത് നൽകേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കൽ പോലും ഇത് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചാ പറഞ്ഞത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുവൈത്തിൽ ഹെത്തുറാസ് ഇസ്ലാമിക് അതിനെതിർക്കട്ടെ, പ്രമാണം വെച്ചത് ശരിയല്ലെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ലെറ്ററിന്റെ ചോട്ട് എഴുതട്ടെ, അല്ലെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിത സഭ എഴുതട്ടെ. അപ്പൊ മറുപടി കൊടുക്കും കേരള ജമിയത്തുൽ ഉലമ. കേരള ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ പേഡിൽ ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് ഒരു ഫത്വ ഇറങ്ങി അതിനെതിർത്തുകൊണ്ട് പ്രമാണം വെച്ചുകൊണ്ട് അതിനെതിർത്ത ലെറ്റർ പേഡിൽ അത് ശരിയല്ലെന്ന് ഈ പണ്ഡിത സഭയ്ക്ക് എഴുതി കൊടുക്കട്ടെ. പ്രമാണം വെച്ച് മറുപടി കൊടുക്കും. ലോകത്ത് ഏത് പണ്ഡിത സഭയാണെങ്കിലും അതിന് മറുപടി കൊടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാകും. കാരണം എന്താ? ഇത് അള്ളാന്റെ ദീന, ആരുടെയും തറവാട്ട് വകയില്ല. നമ്മൾ വെച്ചത് പ്രമാണം വെച്ച പരിശുദ്ധ ഖുർആൻ വെച്ച അത് തെറ്റാണെന്ന് അതുപോലെ പ്രമാണം വെച്ചവർ എഴുതട്ടെ. നിങ്ങളെ കുവൈത്ത് PN ഒക്കെ ഉണ്ട്, പോട്ടെ PN പറയ് ഞങ്ങൾ ലെറ്റർ പേഡിന്റെ ബാക്കിൽ അത് എഴുതിയത് ശരിയില്ല, ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാണ്, എല്ലാ സാഹചര്യവും ശിർക്കല്ല എന്ന് ഏത്തുറാസ് ഒന്ന് എഴുതിയിട്ട് തരട്ടെ. ഞങ്ങൾ ആയത്തുണ്ടോ? ആയത്ത് വെച്ചാ കൊടുത്തത്. കഴിയില്ല സഹോദരങ്ങളെ, നിങ്ങൾ ഷിർക്കിലാണ് സഹോദരങ്ങളെ. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധമായ ജിന്നിപ്പിശാചുക്കളോടുള്ള എല്ലാ സാഹചര്യത്തിലും ഷിർക്കാണെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥനയാണെങ്കിൽ ഷിർക്ക് എന്നല്ല, അങ്ങനെയല്ല. പ്രാർത്ഥനാകാത്ത ഷിർക്കാകാത്ത ഒരു സഹായത്തോട്ടവും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നിപ്പിശാചുക്കളോട് നമുക്കില്ലെന്ന് പ്രഖ്യാപിക്കണം. അത് തേടൂല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തേടൂല, ഞാൻ ഈ കള്ള മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറുത്തിട്ടാലും ഞാൻ അള്ളാനെ വിളിക്കൊള്ളൂ എന്ന് പറഞ്ഞല്ലോ, പോരാ. അറുത്തിട്ടാലും അള്ളാനെ വിളിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ പോരാ. അള്ളല്ലാത്തവരെ വിളിച്ചു തേടിയാൽ, ജിന്നിപ്പിശാചുക്കളോട് തേടിയാൽ അത് ഷിർക്കാണെന്ന് വിശ്വസിക്കണം. തേടൂല എന്ന് പറഞ്ഞ കാര്യമില്ല. തേടുന്നയാൽ അതിന്റെ വിധി ഷിർക്കാണെന്ന് പറയണം.
ജിന്നികളോടാണോ തേടുന്നത്? മനുഷ്യനാണോ? ജിന്നി പിശാചുക്കളോടാണോ? ബുദ്ധിയുള്ളവനാണോ? പ്രായപൂർത്തിയുള്ളവനാണോ തേടുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യം ജിന്നിനോടല്ലേ? എങ്കിൽ അത് ശിർക്കാണ്. കാരണം എന്താ? ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലാതെ തേടാൻ പറ്റൂല. ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തേടിയാൽ അത് പച്ച ശിർക്കാണ്. അത് അള്ളാഹ് പറഞ്ഞതാണ്. അങ്ങനെ ഉത്തരം അവർ നൽകൂല, അത് ശിർക്കാണെന്ന് അള്ളാഹ് എത്ര ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എന്താ നിങ്ങൾക്കൊന്നും കൂടി പറഞ്ഞു തരുന്നു. എത്രയോ പ്രാവശ്യം ഇൻതദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. ഞാൻ എത്രയോ തവണ പറഞ്ഞതാ. പരിശുദ്ധ ഖുർആന് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് തൊട്ട് ഇന്ന് വരെ ഓതുന്ന ആയത്താണ് ശിർക്ക് ചെയ്യുന്നവർക്കെതിരെ. നിങ്ങൾ നിർത്തി, നിങ്ങളിപ്പോൾ അത് ഓതാറില്ല, കുർത്തുബിയുടെ തഫ്സീറും പറയാറില്ല. ഇനി നിങ്ങൾ വേണ്ടത് എന്താണെന്നറിയോ? ജിന്നിനോട് തേടുന്നതിൽ ശിർക്കല്ലാത്ത ഒരു ഇനം അതിൽ നിന്ന് വേർപ്പെടുത്തേണ്ടി നിങ്ങൾ കൊണ്ടുവന്നോളൂ. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചിട്ട് അള്ളാഹിന്റെ ദുനിയാവിൽ മുഫസ്സിറുകൾ, മുൻകാല മുഫസ്സിറുകൾ, സലഫുകളൊക്കെ പറയാറുണ്ടല്ലോ, കൊണ്ടുവരും. അല്ലെങ്കിൽ കേരള ജമിയത്തിൽ നമ്മുടെ ലെറ്റർ പേഡിൽ എഴുതിയത് തെറ്റാണെന്ന് നിങ്ങളുടെ കുവൈത്തിലെ പണ്ഡിത സഭയോ സൗദിയോ ഏതെങ്കിലും ഒരു പണ്ഡിത സഭ എഴുതട്ടെ, അതിൻ്റെ ബാക്കിൽ എഴുതട്ടെ. നിങ്ങൾ പറഞ്ഞ വിസ്റ്റം പറഞ്ഞതുപോലെ ഒന്ന് പറയട്ടെ, അത് തെറ്റാണ്, അതിനെതിരെ ഖണ്ഡനം നടത്തട്ടെ. അല്ലെങ്കിൽ ആയത്ത് വെച്ച് പ്രമാണം വെച്ച് ആ ജമിയത്തിന്റെ ലെറ്റർ തിരുത്തണമെന്ന് പറയട്ടെ, ശരിയല്ലെന്ന് പറയട്ടെ. ഇലായോമിൽ ഖിയാമ സാധ്യമല്ല, ഇപ്പോഴും പറ്റിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ അവർ ആ ലെറ്ററിന്റെ പേര് ബാക്കിൽ എഴുതിയാൽ, അത് വെച്ച് അവർ പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ്. കാരണം തയ്യാറാകും. അതങ്ങനെയാണ്. കാരണം ഇത് കളിയല്ലല്ലോ, അള്ളാഹിന്റെ ദീനല്ലേ. അതുകൊണ്ട് ഈ വക പാവങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി വേണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഫത്വ തെറ്റാണെന്ന് ലോകത്തൊരു പണ്ഡിത സഭ പറഞ്ഞിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ പറയട്ടേന്ന്. പരിശുദ്ധ ഖുർആൻ വെച്ചല്ലേ പറഞ്ഞത്, പറയട്ടെ അവർ. അതുകൊണ്ട് മാലിക് സലഫി പച്ച ശിർക്കിൽ ഒരാളും ഞാൻ മുശ്രിക്കിൻ്റെ വിശ്വാസത്തിലാണ്, ശിർക്ക് ചെയ്യുന്നു, ശിർക്കിലാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കില്ല. നിങ്ങളൊക്കെ അതിലായിപ്പോയി. ഇനി എന്ത് ചെയ്യുക? വാശി വിടുക, വൈരാഗ്യം വിടുക, അഹങ്കാരം വിടുക, സത്യനിഷേധം വിടുക. ഇങ്ങോട്ട് പോകുന്നാളെ ഇത് KNM മെമ്പർഷിപ്പ് ഒന്നും എടുക്കണ്ട. ജിന്നി പിശാചുക്കളോട്, മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നി പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തോടും ശിർക്കാണെന്നാണ് വിശ്വസിച്ചാൽ അതാണ് പരനാളി. പ്രശ്നം തീരും കേട്ടോ. ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.